ഈ ഒരു ഒറ്റ തെറ്റ് കൊണ്ടാണ് 90% ബിഗിനേഴ്സും ഒരാളുടെ ഫേസ് നോക്കി വരയ്ക്കുന്ന സമയത്ത് അത് ശരിയാവാതെ വരുന്നത്. നമുക്ക് ഒരാളുടെ ഫേസ് വരയ്ക്കുന്ന സമയത്ത് ഇഷ്ടമുള്ള സ്ഥലത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. കണ്ണ് വരച്ച് സ്റ്റാർട്ട് ചെയ്യാം, മൂക്ക് വരച്ച് സ്റ്റാർട്ട് ചെയ്യാം, ലിപ്പ് വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരുടെയും ഫേസ് വരയ്ക്കുമ്പോൾ നമ്മൾ ഭൂരിഭാഗം പേര് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം അത്തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേഷ്യൽ ഫീച്ചേഴ്സിലാണ്. പക്ഷേ ഫേഷ്യൽ ഫീച്ചേഴ്സ് പോലെ തന്നെ കണ്ണ്, മൂക്ക്, ലിപ്പൊക്കെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫേസിന്റെ ടോട്ടൽ സ്ട്രക്ചർ, ഫേസിന്റെ ടോട്ടൽ ഷേപ്പ്. ആ ഷേപ്പിൽ നിങ്ങൾ ചെറിയ ഡിഫറൻസ് വന്നാൽ പോലും വരയ്ക്കുന്ന ആളുടെ മുഖച്ഛായ എൻ്റയർലി മാറിപ്പോകും. അപ്പോൾ ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഫേസ് വരയ്ക്കുന്ന സമയത്ത് ഹെഡ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഷേപ്പുകൾ ഉപയോഗിച്ച് ബേസിക് ഷേപ്പിൽ നിന്നൊക്കെ ഹെഡ് വരച്ചെടുക്കാനായിട്ട്, ഹെഡിന്റെ ടോട്ടൽ ഷേപ്പ് കറക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ടൈം കൊടുക്കുക എന്നുള്ളതാണ്. അത് ഒബ്സർവ് ചെയ്യുന്നതിൽ ടൈം കൊടുക്കുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് ഒക്കെ നമ്മുടെ ചിത്രത്തിന്റെ അവസാനത്തെ സ്റ്റെപ്പിലോട്ട് നിങ്ങൾ മാറ്റി വെക്കുക. എന്നിട്ട് ആദ്യത്തെ സ്റ്റെപ്സിൽ മേജർ ഷേപ്പുകളും കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്ത് മാക്സിമം നല്ല നീറ്റായിട്ട് ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഡ്രോയിങ് ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിലെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ടായിരിക്കുക ആളുടെ ഫേസിലുള്ള മുഖത്തെ ചുളിവുകളും നേരത്തെ പറഞ്ഞ ഫേഷ്യൽ ഫീച്ചേഴ്സിലുള്ള ആ ഡിഫറൻസ് ഒക്കെയാണ്. നീളത്തിലുള്ള മൂക്ക് അല്ലെങ്കിൽ ഇത്തിരി വിടർന്ന ചുണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഫേസിന്റെ ടോട്ടൽ ഷേപ്പ് നെക്സ്റ്റ് ടൈം മുതൽ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കിയേ. എന്നിട്ട് അത് നീറ്റായിട്ട് പേപ്പറിലേക്ക് വരയ്ക്കുകയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ ഡ്രോയിങ് പ്രോസസ്സ് മുന്നോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം പോർട്രേറ്റ് വരയ്ക്കുന്ന സമയത്ത് അതിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. കൂടാതെ വേറൊരു കാര്യം കൂടി, ഫേസ് വരയ്ക്കാനുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചൊക്കെ മെത്തേഡ് ഓൾറെഡി അറിയാമായിരിക്കും. ലൂമിസ് മെത്തേഡ് എന്നൊക്കെ പറയുന്ന ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു മെത്തേഡ് പഠിച്ചിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ഫേസ് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ടൈം വരയ്ക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.